ഇനിയും അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ആചാരങ്ങളിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കും പ്രവേശിച്ചു നോക്കുക. മാലകളും മൗലികളും ഒന്ന് പരിശോധിച്ച് നോക്ക്. മാലകളിലെ മൗലികളിലെ നേരത്തെ പറഞ്ഞതുപോലെ വിശ്വാസപരമായി നമ്മളെ ഒരുപാട് തെറ്റിച്ച സാധനങ്ങൾ അല്ലേ. പടച്ച തമ്പുരാന്റെ കിതാബിൽ നിന്ന് ഒരക്ഷരം പാരായണം ചെയ്താൽ പടച്ചവൻ നിങ്ങൾക്ക് നന്മ ചെയ്യും കേട്ടോ എന്ന് പഠിപ്പിച്ച ഖുർആൻ, ആ ഖുർആൻ വലിയൊരൊറയിലിട്ട് ഇങ്ങനെ മാറ്റി നിർത്തിയിട്ട് ആളുകൾ പാരായണം ചെയ്ത മാലമൗലികളുണ്ടല്ലോ. ഖുർആനിൽ ഒരക്ഷരത്തിന് 10 കൂലിയാണെങ്കിൽ മൊഴിയൊന്നും കളയാതെ പിണയാതെ ചെന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ നായം കൊടുക്കുമേ. ഖുർആൻ 10 തവണ ഖത്തം തീർത്താലും സ്വർഗം തരുമെന്ന് പറയുന്നില്ലല്ലോ. പക്ഷെ 4-5 പേജുള്ള മൊയ്തീമാല പാടിയാൽ സ്വർഗം തരാമെന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണ് ആളുകൾ മൊയ്തീമാല പാടാൻ തുടങ്ങിയത്, മങ്കൂസ് പാടാൻ തുടങ്ങിയത്. പക്ഷെ ഇതൊക്കെ എങ്ങനെയാ വന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? ഈ കാര്യങ്ങൾ ഇതങ്ങ് മാറ്റിവെച്ചിട്ട് സ്വർഗം കിട്ടും, മുത്തുനബിന്റെ മദഹ് പറഞ്ഞാൽ മുത്തുനബിന്റെ ശഫാഅത്ത് കിട്ടും, മുത്തുനബിക്ക് സലാത്ത് ചൊല്ലിയാൽ കൂലി കിട്ടുമെന്നുള്ളത് കൊണ്ടാ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂലി കിട്ടുന്നുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പറയുന്ന സലാത്ത് ഇബ്നു തൈമിയ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ കൂലി കിട്ടുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ പാടുകയും പറയുകയും ചെയ്യുന്ന മൗലിദുകളില് വളരെ ഗുരുതരമായ ചില പരാമർശങ്ങളുണ്ട്. ആ പരാമർശങ്ങൾ ഉള്ളതുകൂടി കൊണ്ട് തന്നെയാണ് അത് ഉപേക്ഷിക്കണേ എന്ന് പറയുന്നത്. അല്ലാതെ നബിയോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല, നബിയോട് അങ്ങേയറ്റം സ്നേഹിക്കുന്നത് കൊണ്ടാണ്, സുന്നത്തിനോട് പ്രതിബദ്ധത ഉള്ളതുകൊണ്ടാണ് അത് പാടില്ലേ എന്ന് പറയുന്നത്. റബീഉൽ അവ്വൽ വരാൻ പോവാണല്ലോ. മങ്കൂസിനും മറ്റു മൗലിദുകളും ഒക്കെ പ്രാധാന്യമേറി വരികയാണ്. പലപ്പോഴും പല സ്ഥലങ്ങളിലും ഫ്രീ ആയിട്ട് ഓതി കൊടുക്കുന്നുണ്ടെന്നൊക്കെ കേട്ടു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം, മുത്തുനബീനോട് എന്തെങ്കിലും ഇഷ്ടക്കേടുള്ളത് കൊണ്ടാണോ? ഞാൻ ആദ്യമേ പറയട്ടെ, പ്രവാചകനെ ആരെങ്കിലും നിന്ദിച്ചാൽ നമ്മുടെ ഹൃദയം വേദനിക്കും. പ്രവാചകനെ വിമർശിച്ചാൽ ചുട്ട മറുപടി കൊടുക്കുവാനുള്ള അറിവ് നമ്മൾ സ്വായത്തമാക്കിയിരിക്കും. പക്ഷേ പ്രവാചകന്റെ പേരില് ഇല്ലാത്ത കഥകൾ കെട്ടിച്ചമച്ചുണ്ടാക്കുകയും പ്രവാചകനെ പുകഴ്ത്തുന്നു എന്ന പേരില് ഖുർആനിന് നേരെ വിപരീതമായ കാര്യങ്ങൾ പറയുകയും ചെയ്യുമ്പോ അതും നമ്മൾ പറയും, പ്രിയപ്പെട്ടവരെ അത് ചെല്ലല്ലേ, അത് ചെല്ലല്ലേ എന്ന് പറയുന്നത് ആ വരികളോടുള്ള എതിർപ്പ് കൊണ്ടല്ല, മറിച്ച് ഖുർആൻ നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. സുബ്ഹാനല്ലദീ അസ്റാ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയുല്ലാ വൗജദ നൂറഹു ഖബല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന മങ്കൂസ് മൗലിദിലുണ്ടല്ലോ. വിശുദ്ധ ഖുർആനിൽ പറയുന്നതിന് നേരെ വിപരീതമായ ചില പരാമർശങ്ങളുണ്ട്. ആദം നബിയെ കൊണ്ട് ഇടതേടിയപ്പോഴാണ് ആദം നബിയുടെ പാപം പുറത്തു കൊടുത്തത്, മുത്തുനബിയെ കൊണ്ട് ഇടതേടിയപ്പോഴാണെന്ന് മങ്കൂസിൽ പറയുന്നുണ്ട്. മങ്കൂസില് ആദം നബി പാപം പൊറുക്കപ്പെടാൻ കാരണം മുത്തുനബിയെ കൊണ്ട് ഇടതേടിയപ്പോഴാണ്. സൂറത്ത് അൽ-ബഖറയിൽ അല്ലാഹു ആദം നബിയുടെ കഥ പറയുന്നുണ്ട്. ആ ആദം നബിയുടെ കഥ പറയുമ്പോൾ അല്ലാഹു പറയുന്നത് ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി. ആദം നബി പ്രാർത്ഥിച്ച ചില വചനങ്ങളെ പിന്നീടുള്ള വചനങ്ങളിൽ അല്ലാഹു ഉദ്ധരിക്കുന്നുണ്ട്. ആദം നബി ചില വചനങ്ങൾ പറഞ്ഞപ്പോഴാണ് അല്ലാഹു പാപം പുറത്തു കൊടുത്തത്. ഏതാണ് എന്ന് ഖുർആനിലെ സൂറത്തുൽ അറാഫിലെ 23-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. പൊന്നാനി മഖ്ദൂമി തങ്ങളുടെ പരിഭാഷ ഒന്ന് വായിക്കണേ. സാധാരണക്കാരോട് പറയുമ്പോൾ ഞാൻ ഇതേ പറയാറുള്ളൂ, മറ്റുള്ളവരോട് പറയുമ്പോൾ അല്ലേ ഖുർആന്റെ തഫ്സീർ നോക്കാൻ പറയാറുള്ളത്, തഅരീഫും തഫ്സീറും സഹീഹും വൈഫൊക്കെ പറയാറുള്ളത്. പൊന്നാനി മഖ്ദൂമി തങ്ങൾ എഴുതിയ പരിഭാഷയിൽ SSF-കാരൻ സുന്നത്ത് ജമാഅത്തിന്റെ പരിഭാഷയാണ് എന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്ത പരിഭാഷ അത്. ആ പരിഭാഷയുടെ സൂറത്ത് അൽ-ബഖറയുടെ 37-ാമത്തെ ആയത്തില് റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് ആദം നബിയുടെ പാപം പുറത്തു കൊടുത്തത്. എന്നാലേ ഖുർആനിൽ അങ്ങനെ പറയുമ്പോൾ മങ്കൂസ് പറയുന്നതല്ല, മുത്തുനബിയെ കൊണ്ട് തവസ്സുലാക്കിയപ്പോഴാ പാപം പുറത്തെടുത്ത്. തീർന്നില്ല. വസ്തഗാസ ബിഹി നോഹ്, നോഹ് നബി വെള്ളപ്പൊക്കത്തുനിന്ന് രക്ഷപ്പെട്ടത് ഫനജാ മിൻ റദാ, വെള്ളപ്പൊക്കത്തുനിന്ന് രക്ഷപ്പെട്ടത് എന്തുകൊണ്ടാണ്? മുഹമ്മദ് നബിയെ കൊണ്ട് സഹായം തേടിയപ്പോഴാണ്, മുത്തുനബിയോട് സഹായം തേടിയപ്പോഴാണ്. ഖുർആൻ പറയുന്നത് സൂറത്ത് ശുഅറായിൽ അല്ലാഹു പറയാൻ
എങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് അതിന്റെ വിശദീകരണത്തിൽ പൊന്നാനി തങ്ങൾ പറയുന്നുണ്ട്. എന്താ പ്രാർത്ഥിച്ചത്? മുത്തുനബീനെ കൊണ്ട് അടയാളനാക്കി എന്നാണ് പറയുന്നില്ല. മൊയ്തീൻ ശേഖ് വന്ന് രക്ഷിച്ചു എന്നും പറയുന്നില്ല. ഞാൻ നൂഹ് നബിയുടെ കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നൂഹ് നബി വെള്ളപ്പൊക്കത്തുനിന്ന് രക്ഷപ്പെട്ടത്. മൊയ്തീൻ ശേഖ് അങ്ങനെ പറയൂല കേട്ടോ. അദ്ദേഹത്തിന്റെ പേരിൽ ഇല്ലാത്ത കഥയുണ്ടാക്കി പറഞ്ഞതാണ്. പുത്തൻ ആചാരം നിർമ്മിക്കുമ്പോൾ ഒരുപാട് കെട്ടുകഥകൾ നിർമ്മിച്ച കൂട്ടത്തില് മൊയ്തീൻ ശേഖിന്റെ പേരിലും ഒരുപാട് കെട്ടുകഥകൾ ഉണ്ടാക്കി കൂട്ടത്തിൽപ്പെട്ടതാണ്. അദ്ദേഹം അങ്ങനെ പറയില്ലെന്ന് ഉറപ്പാ. കാരണം അദ്ദേഹത്തിന്റെ കിതാബുകൾ പരിശോധിച്ചാൽ നമുക്കറിയാം. ഫുതൂഹുൽ ഗൈബ്, വന്യത്തു താലിബീൻ പോലെയുള്ള ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന്റെ മക്കാബോയതെന്നുള്ള. എന്നാല് മങ്കൂസിൽ എന്താ? വകാന ഫീ സുൽബി ഇബ്രാഹീമ ഹീന ഉൽകിയ ഫിന്നാർ വഅദ വസാറ ലഹബുഹാ മുഹമ്മദാ. ഇബ്രാഹീമിനെ അഗ്നിജ്വാലകളിലേക്ക് എടുത്തെറിയപ്പെട്ടപ്പോൾ ആ തീ കെട്ടുപോയത് മുഹമ്മദ് നബി മുതുകിലുണ്ടായത് കൊണ്ടാണ്. മൊയ്തീൻ ശേഖ് വേറെയും പറയുന്നുണ്ട് കേട്ടോ. കുന്തു ഇബ്രാഹീമ മുൽഖാ ബിനാരിഹി വമാ ബറദന്നീറാനു ഇല്ലാ ബിദഅവതി. ഞാൻ ഇബ്രാഹീമിന്റെ കൂടെ തീയിലുണ്ടായിരുന്നു. തീ കെട്ടുപോയത് എന്റെ ദഅവത്ത് കൊണ്ടാണ്, എന്റെ പ്രാർത്ഥന കൊണ്ടാണ്. അപ്പൊ ഇതൊക്കെ കെട്ടുകഥകളും വിദഅത്തുകളുമായിട്ട് ഒരുപാടുണ്ട്. പക്ഷെ ഖുർആനിന് നേരെ, സുന്നത്തിന് നേരെ വിപരീതമാണ്. മുത്തുനബിയുടെ ചര്യയ്ക്ക് നേരെ വിപരീതമാണ്. പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾക്ക് വിപരീതമാണ്. അപ്പോ മൗലിദുകളിൽ ഇത് മാത്രമൊന്നല്ല, ഒരുപാട് പരാമർശങ്ങളുണ്ട്. കൂടുതലൊന്നും പറയാൻ സമയം അനുവദിക്കുന്നില്ല, വരാൻ തന്നെ വൈകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിട്ടില്ല, സഹാബത്ത് ഓതിയിട്ടില്ല, ഓതാൻ പറഞ്ഞിട്ടില്ല. ഇനി നല്ലതാണെന്ന് പറയുകയാണെങ്കിൽ നല്ലതല്ല. കാരണം ഖുർആനിന് നേരെ വിപരീതമാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ ആ നല്ലതാണ് എന്ന് പറയുന്നതിന് പകരം ഇതങ്ങ് മാറ്റി നിർത്തിയിട്ട് ഖുർആൻ ഓതാൻ നമ്മൾ ശ്രമിക്കണം. ഖുർആനിൽ മുത്തുനബീന്റെ മദ്ഹ് തന്നെയുള്ളത്. ഇപ്പൊ അടുത്ത് എന്റെ സുഹൃത്തിന്റെ വീട്ടുകൂടലുണ്ടായിരുന്നു, ഗൃഹപ്രവേശം. അതിലൊക്കെ ഒരുപാട് വിദഗ്ധകൾ പറയുമ്പോൾ എണ്ണി എണ്ണി പറയാനുണ്ട്. പക്ഷെ ഞാൻ മർമ്മപ്രധാനമായ കാര്യങ്ങളിൽ നിന്ന് തൊട്ട് പോവാ, എന്നോട് ക്ഷമിക്കണം. അപ്പോ അതില് പ്രധാനപ്പെട്ട ഒരേർപ്പാട് എന്ന് പറഞ്ഞാല് ബദർ മൗലിദ് നേർച്ചയാക്കിയിട്ടുണ്ട്. അപ്രകാരം തന്നെ പാല് കാച്ചണം, ഫസ്റ്റ് തന്നെ മുസാഫ് കയറ്റണം, പിന്നെ മൗലിദ് ഓതണം. അങ്ങനെയാ. ഫസ്റ്റ് മുസാഫ് അങ്ങോട്ട് കയറ്റി മുകളിൽ വെക്കും, എന്നിട്ട് മൗലിദ് ഓതും. അങ്ങനെയാ ചെയ്യാറുള്ളത്. ഏതോ ആവട്ടെ. അപ്പോ ഭയങ്കരമായ പ്രശ്നമായി. എന്റെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ, ഇപ്പോഴും തൗഹീദിന്റെ സന്ദേശം എത്താത്ത നാടാണ്. എന്നാലും അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് ആളുകൾ മാറി ചിന്തിക്കാൻ തുടങ്ങി. ഇതൊന്നും റസൂല് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ചെയ്യുന്നത് ചോദിക്കാൻ തുടങ്ങി. അത്രയും നമുക്കും കൊണ്ടു. മുത്തുനബിനെ സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിക്കുമ്പോ ആ നബി എന്ത് ചെയ്തു എന്ന് പഠിക്കും. അങ്ങനെ പഠിക്കുമ്പോ ഒരുപാട് വിദ്യാർത്ഥികൾ ഒഴിവായി പോകും. അപ്പോ ആ സദസ്സില് എന്നോടാ ചോദ്യം ചെയ്ത്, നീയാണ് എല്ലാറ്റിന്റെയും കാരണക്കാരൻ, കാരണം ഇവിടെ ഇതൊന്നും ഓതാൻ പാടില്ല എന്ന് നീ പഠിപ്പിച്ചു കൊടുത്തോണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? മുത്തുനബീനെ തികയാതെ പ്രസവിച്ചതാണ് എന്ന് പറയുന്ന മങ്കൂസ് ഓതണോ? ഞാനത് സമ്മതിക്കൂല. എന്റെ പ്രവാചകൻ 10 തികഞ്ഞിട്ട് പ്രസവിച്ചവനാണെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. പക്ഷേ മങ്കൂസ് മൗലിദിൽ എന്താ നമ്മൾ പറയുന്നത്? ഇത് കണ്ടോ, KVM മന്ദാവൂർ ഇറക്കിയ മങ്കൂസ് മൗലിദ് പരിഭാഷയാണ്. ഈ പരിഭാഷയൊക്കെ ഒന്ന് വായിച്ചു നോക്ക്. മങ്കൂസ് മൗലിദ് അറബി നമുക്കറിയില്ലെങ്കിലും മലയാളം വായിക്കാൻ അറിയാലോ. റസൂലുള്ളാഹിനെ പ്രസവിക്കുന്നത് എപ്പോഴാ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗർഭം ധരിക്കുന്നത് 2-ാം മാസമാകുന്നത് റമളാനിലാണ് എന്നാണ് ഇതിലുള്ളത്. ഗർഭാശയത്തിലെത്തി അല്ലാഹു മലക്കിനെ കൽപ്പന നൽകുന്നത് ശഅബാനിലാണ്. റജബ്, ശഅബാൻ, റമളാൻ നിങ്ങൾ കൂട്ടിവെക്കുക. റസൂലുള്ളാഹിക്ക് എത്ര മാസമാവും? അപ്പൊ തികയാതെ പ്രസവിച്ചതാന്ന് നമ്മൾ വിളിച്ചു പറയണോ? ഞാനതിനെ സമ്മതിക്കൂല. അപ്പൊ മുത്തുനബിനെ തികഞ്ഞിട്ട് വെച്ചതാണ്. മങ്കൂസിൽ പറയുന്നത് തികയാതെ വെച്ചതാണ് എന്നുള്ള സൂചനയുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് പരാമർശങ്ങൾ ഇതിലുണ്ട്. അതുകൊണ്ടാണ് അത് മാറ്റിവെക്കണം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, സിദ്ദീഖ് മൗലിദി എന്ന് പറയുന്ന ഒരു മൗലിദുണ്ട്. വളരെ ഗൗരവതരമായ പരാമർശം അതിലുള്ളത്. ഞാൻ എവിടെയും വിദ്യാർത്ഥികളും മറ്റും പറയുമ്പോൾ
എന്ത് വിഷയം എന്തെന്നാലും ഇത്തരം പരാമർശങ്ങൾ കൊടുക്കും. കാരണം ആളുകളെ സംബന്ധിച്ചിടത്തോളം, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് നേരത്തെ പറഞ്ഞ ന്യായമുണ്ടല്ലോ, നമ്മൾ ഉസ്താദുമാർക്കൊക്കെ എന്തെങ്കിലും തിരിഞ്ഞത് കൊണ്ടാണ് ഇതൊക്കെ ചിന്തിക്കുന്നത്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഒന്നുമില്ല ഇതിൻ്റെ ഉള്ളിൽ, തിരിയാനൊന്നുമില്ല. ഇതിലൊക്കെ തെറ്റ് തന്നെയാണ്, ഒരു സംശയം വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഈ ഉള്ളവൻ ഒരുപാട് ഉസ്താദുമാരടുത്ത് കയറി ഇറങ്ങുമ്പോ ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പടച്ചവനെ എന്റെ ശ്വാസമങ്ങ് നിലച്ചുപോയാൽ, ഞാൻ നിന്റെ സന്നിധിയിൽ ഹാജരാക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇനി ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കുന്നില്ലേ, നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ എന്ന് ഒരുപാട് തവണ ആവർത്തിച്ച് പറഞ്ഞ വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ ഇങ്ങനെ മാറോട് ചേർത്ത് പിടിച്ച് അള്ളാഹിന്റെ അടുത്തെത്തുമ്പോ, അള്ളാഹുവേ ഞാനൊന്നും ചിന്തിച്ചിട്ടില്ല, ഞാനൊന്നും പഠിച്ചിട്ടില്ലെന്ന് പറയുന്നതിന് പകരം പഠിക്കണം, പഠിച്ചിട്ട് സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ ആരെയും വകവെക്കേണ്ടതില്ല എന്നുള്ള ചിന്തയോടുകൂടി ഉസ്താദുമാരടുത്ത് പലയിടത്തും കയറി ഇറങ്ങിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും എന്നെ സ്വാധീനിച്ചൊരു വസ്തുതയാണ് സിദ്ദീഖ് മൗലൂദിലുള്ള ഒരു പരാമർശം. ആ പരാമർശം എന്നോട് മുജാഹിദീങ്ങൾ വന്ന് ചോദിച്ചു, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ മൗലൂദിൽ, ഇതൊക്കെ നിങ്ങൾ ഓതണോ പറയുന്നുണ്ടോ എന്ന്. ഞാനത് അങ്ങനത്തെ ഉസ്താദിനോട് ചോദിച്ചു. വലിയൊരു ഉസ്താദാണ്, പേരൊന്നും പറയുന്നില്ല. അദ്ദേഹം ആ പേപ്പർ ഇങ്ങനെ നോക്കിയിട്ട് ഫോട്ടോസെറ്റ് എടുത്താ പോയത്. ഒരു 1.5 മണിക്കൂർ ഇരുന്നു. ആദ്യം പറഞ്ഞു ഞാനിത് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. അങ്ങനെ ലാസ്റ്റ് എന്താ ഉള്ളതെന്ന് കൂടി പറഞ്ഞുതരാം. സിദ്ദീഖ് മൗലൂദിലുള്ളത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തൊരു പെണ്ണ് വന്നു. എന്നിട്ട് പറഞ്ഞു ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട് എന്നുണ്ട്. എന്താ സ്വപ്നം? അത് എന്റെ വീട്ടിന്റെ മുമ്പിലുള്ള ഒരു മരം വീണിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, നിന്റെ ഭർത്താവ് സ്ഥലത്തില്ലല്ലോ? ഇല്ല. എന്നാൽ ഭർത്താവ് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞു. പെണ്ണ് വ്യസനത്തോടുകൂടി തിരിച്ചു വരുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടും വെറുതെ ഒന്ന് ചോദിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, രാത്രി തന്നെ നിന്റെ ഭർത്താവ് വരും. അങ്ങനെ ഫലമാല്ലേ രാത്രി ആയപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് പ്രകാരം ഭർത്താവ് തിരിച്ചെത്തി. പെണ്ണുടനെ റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി. എന്താ റസൂലെ, നിങ്ങൾ വരില്ല എന്ന് പറഞ്ഞല്ലോ, പക്ഷെ എന്റെ ഭർത്താവ് വന്നല്ലോ എന്ന് പറഞ്ഞു. ഈ മൗലിദിലുള്ള നളറ ആകാശത്തിലേക്ക് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ട് നോക്കി. മലക്ക് ജിബ്രീൽ വന്നു. എന്നിട്ട് റസൂലുള്ളാഹിനോട് പറയാം, നിങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നു, പക്ഷേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞപ്പോൾ അല്ലാഹു സിദ്ദീഖിന്റെ നാവിലൂടെ കളവ് വരുത്താൻ ലജ്ജിച്ചു. കാരണം ദുനിയാവിലും ആഖിറത്തിലും സിദ്ദീഖാണല്ലോ, സത്യസന്ധനാണല്ലോ അബൂബക്കർ. അപ്പൊ ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, ഇതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ മുത്തുനബിന്റെ നാവിലൂടെ വന്നത് കളവായി മാറിയില്ലേ? അപ്പോ അതിന് അള്ളാഹ്ക്ക് ലജ്ജയില്ല എന്നുള്ള പരാമർശമായില്ലേ? അദ്ദേഹം പറഞ്ഞത്, ഇതൊക്കെ മഹാന്മാർ എഴുതി വെച്ചതാണ്, മുമ്പ് കാലത്ത് എഴുതി വെച്ചു, എവിടെ നിന്നാണ് നമ്മൾ അറിയില്ല. പക്ഷെ ഇതൊന്നും അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്, മുജാഹിദീങ്ങൾ ഇങ്ങനെ പുതിയ ചോദ്യം അവിടെ നിന്നൊക്കെയോ തെരഞ്ഞു പിടിച്ച് കൊണ്ടുവന്ന് ചോദ്യം ചോദിക്കുമ്പോൾ അവരെ അടിച്ചു നിൽക്കാനുള്ള ചില തന്ത്രങ്ങൾ പഠിച്ചു വെക്കണം. ഞാൻ സലാം പറഞ്ഞു തോന്നുന്നു. അതേ മൗലിദിൽ തന്നെ വേറെയും പരാമർശമുണ്ട്. സൂറത്ത് തഹരീം 66-ാമത്തെ സൂറത്ത്, അതിലുള്ള 6-ാമത്തെ ആയത്തിൽ അല്ലാഹു നമ്മളോട് മലക്കുകൾ ആരാണെന്ന് വിശ്വസിക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. സുന്നത്തെന്താ? മലക്കുകൾ ആരാന്ന് വിശ്വസിക്കണം. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. അല്ലാഹുവിനെതിരെ പ്രവർത്തിക്കാത്തവരാണ് മലക്കുകള്, അല്ലാഹു കൽപ്പിച്ചതുപോലെ ചെയ്യുന്നവരാണ് മലക്കുകൾ എന്ന് വിശ്വസിക്കലാണ് സുന്നത്ത്. എന്നാൽ ബിദ്അത്ത് നിറഞ്ഞ മൗലിദിൽ എന്താ പറയുന്നതെന്നറിയോ? ജിബ്രീൽ അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചു. എന്നിട്ട് ജിബ്രീലിനോട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറ ജിബ്രീലേ. ജിബ്രീല് പറഞ്ഞില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം പറഞ്ഞു. അള്ളാഹ്ക്ക് ദേഷ്യം പിടിച്ചിട്ട് ജിബ്രീലിനെ ഇല്ലാണ്ടാക്കി. വീണ്ടും പറഞ്ഞില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം പറഞ്ഞു, മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞില്ല. അങ്ങനെ 70,000 തവണ പറയുകയും ഇല്ലാതാക്കുകയും ചെയ്തത്രേ. അവസാനം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജിബ്രീലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറ. അപ്പൊ പറഞ്ഞു. അപ്പൊ മലക്കുകൾ അല്ലാഹുവിന് എതിര് പ്രവർത്തിക്കൂല എന്നല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത്? ആ വിശ്വാസത്തിന് നേരെ വിപരീതമല്ലേ ഇതിലുള്ളത് ചോദിച്ചപ്പോഴും മറുപടി തൃപ്തികരമല്ല. അത് ആലമുൽ അർവാഹിൽ നടക്കുന്നതാണെന്നൊക്കെയാ പറഞ്ഞു. അത് അല്ലാഹ് ആലമുൽ അർവാഹിൽ നടക്കുന്നതൊക്കെ തന്നെയല്ലേ ഖുർആനിലും അങ്ങനെ വിശ്വസിക്കണമെന്ന് പഠിപ്പിച്ചത്?
അപ്പൊ അള്ളാഹുവിന് വിപരീതം പ്രവർത്തിക്കുന്നവരാണ് എന്നൊക്കെ പറയുന്ന ഇതിങ്ങനെ എടുത്തു വെച്ചിട്ട് മദ്ഹാണെന്ന് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ വഴിയ എന്ന് മാത്രമല്ല, റസൂലുള്ളാഹിയുടെ വാക്കിലോ പ്രവൃത്തിയിലോ അനുവാദത്തിലോ മൗലിദ് കടന്നു വരുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് 23 റബീഉൽ അവ്വൽ കഴിഞ്ഞു പോയില്ലേ? നുബുവത്തിന് ശേഷം ഏതെങ്കിലും ഒരു റബീഉൽ അവ്വലിൽ സഹാബത്തെ എന്റെ ബർത്ത്ഡേ കൊണ്ടാടണം വരുവിൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞോ? ഇല്ല. ഇനി വേണ്ട, കൗലുകൾ വേണ്ട. സഹാബത്ത് ചെയ്തതിന് അനുവാദം കൊടുത്തോ? ഇല്ലല്ലോ. സഹാബത്ത് ചെയ്തതിന് അനുവാദവും കൊടുത്തിട്ടില്ല. അപ്പൊ പ്രവാചകൻ അങ്ങനെ ചെയ്തില്ല. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അനുവാദം കൊണ്ടോ ഇല്ല. ഇനി സഹാബത്തിന്റെ വീടും മരണശേഷം ചെയ്തോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നമുക്കറിയാം. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകനോടുള്ള ഹുബ്ബും നമുക്കറിയാം. ആ ഹുബ്ബ് പറയാൻ നമുക്ക് ഒരുപാട് ചരിത്രങ്ങളുണ്ട് അല്ലേ? ഹിജ്റ പോകുന്ന വഴിയിലൂടെ ഒരിക്കലതാ മുന്നിലൂടെ നടക്കുകയാണ് അബൂബക്കർ, പിന്നെ പിറകിലൂടെ നടക്കുന്നു, പിന്നെയും മുന്നിലൂടെ നടക്കുന്നു. എന്താ അബൂബക്കറെ ഇത് എന്ന് ചോദിച്ചപ്പോൾ, പ്രവാചകരെ, ഞാൻ മുന്നിലൂടെ നടക്കുമ്പോൾ അങ്ങയെ ആരെങ്കിലും പിറകിലൂടെ ആക്രമിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇങ്ങനെ ജീവനേക്കാൾ ഉപരി സ്നേഹിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 വർഷത്തോളം ഖിലാഫത്ത് കയ്യിലുണ്ടായിരുന്നിട്ട് 2 റബീഉൽ അവ്വൽ കഴിഞ്ഞു പോയിട്ട് ഒരു മൗലിദും ഒരു ജാഥയും ഒരു നിബിധനവും നടത്തിയില്ലല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചുവെന്ന് കേട്ടപ്പോഴേക്ക് തന്റെ ഹൃദയത്തിന്റെ വേദന കൊണ്ട് ആരും മരിച്ചുവെന്ന് പറയാൻ പാടില്ലെന്ന് പറഞ്ഞു തുള്ളിയപ്പോ സ്നേഹത്തിന്റെ ബഹിസ്ഫുരണം നമ്മ അവിടെ കണ്ടില്ലേ? ആ സ്നേഹം, പ്രവാചകന്റെ സ്നേഹം, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ 10 വർഷമുള്ള ഭരണകാലത്തിൽ 10 റബീഉൽ അവ്വൽ കഴിഞ്ഞു പോയിട്ട് വരും സഹാബത്തെ, മുത്തുനബിന്റെ ജന്മദിനമല്ലേ ഈ റബീഉൽ അവ്വൽ 12-ന്, അതുകൊണ്ട് നമുക്കൊരു മങ്കൂസോദാ എന്ന് പറഞ്ഞിട്ട് ഓടിയതായിട്ട് എവിടെയും ഇല്ലല്ലോ. ഉമർ റളിയല്ലാഹു അൻഹുവിന് സ്നേഹമില്ല എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനും അലി റളിയല്ലാഹു അൻഹുവിനും സ്നേഹമില്ല എന്ന് പറയാൻ പറ്റുമോ? ആരെങ്കിലും കഴിച്ചതായിട്ട് ചരിത്രമുണ്ടോ? ഇല്ല. മൗലിദ് വേണം തന്നെ പറയുന്നവരെന്താ പറയുന്നത്? മൗലിദ് കഴിക്കല് മുമ്പ് പതിവില്ലാത്തതാ അല്ലെ? അത് വേണമെന്ന് പറയുന്നവരാ പറയുന്നത്. അയാൾ വേണ്ടെന്നുള്ള അഭിപ്രായക്കാരനൊന്നല്ല. ഇപ്പൊ മുമ്പില്ല, ഇല്ലെങ്കിൽ നമുക്ക് വേണ്ട. മുത്തുനബി കാണിച്ചു തരാത്തൊരു കാര്യവും നമുക്ക് വേണ്ട. ആ പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരാത്തൊരു കാര്യവും നമുക്ക് വേണ്ട. ആ സഹാബത്ത് കാണിച്ചു തരാത്തൊരു കാര്യവും നമുക്ക് ദീനായിട്ട് വേണ്ട. ദീനായിട്ട് വേണ്ടെന്നേ ഉള്ളൂ. മൈക്ക് വെക്കുന്നത്, വണ്ടിയിൽ കയറുന്നത്, മൗലവി എന്നുള്ള പദം വരുന്നത് അതൊരു ഇബാദത്തായിട്ടല്ല, ഭൗതികമായിട്ട് ലഹവിയായിട്ടുള്ള പരാമർശങ്ങളിൽ പെടുന്നതേ ഉള്ളൂ, വിദഅത്തല്ല. പക്ഷെ ദീൻ പുണ്യമാണ്, നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് ചെയ്യണമെങ്കിൽ അത് പ്രവാചകൻ കാണിച്ചിരണം. ആ റസൂലുള്ളാഹിയിൽ നിന്ന് ഉദ്ധരിക്കാത്ത ഒരു കാര്യവും നമ്മൾ ഉണ്ടാവാൻ പാടില്ല. അതിൽപ്പെട്ട ഒന്നാണ്. മറ്റൊന്നാണ് മഹാന്മാരുടെ ഖബറുകൾ സിയാറത്ത് ചെയ്യുന്നത്. സിയാറത്ത് ചെയ്യുന്നത് എന്ന് പറഞ്ഞാല് സിയാറത്തും വിദഅത്തല്ലേ മൗലവിയും? അല്ല, സിയാറത്ത് ചെയ്യണം. എങ്ങനെ സിയാറത്ത് ചെയ്യണം? പ്രവാചകൻ എങ്ങനെ പഠിപ്പിച്ചോ അതുപോലെ സിയാറത്ത് ചെയ്യണം. എന്റെ ഉപ്പ മരണപ്പെട്ടു പോയ ആളാണ്. എന്നോട് പലരും പറയും, എന്റെ ഉമ്മക്ക് ഭയങ്കര സങ്കടമായിരുന്നു മുമ്പ്. എന്റെ ഉമ്മ പറയും, മോനെ, ഞാൻ മരിച്ച ഒരു യാസീനോദാൻ ഇനി ആരാണ്ടാവുക, ഞാൻ മരിച്ച എന്റെ കബറും പുറത്ത് വരാൻ ഇനി ആരാണ്ടാവുക, ഇനിയും പോയല്ലോ എന്ന്. പക്ഷെ ഇപ്പൊ ഉമ്മാക്ക് സമാധാനമായിട്ടോ. കാരണം മുമ്പ് എന്റെ പിതാവ് മരിച്ചിട്ട് 20 വർഷമായി. ആ 20 വർഷത്തിനടുക്ക് 18 വർഷവും ഈ ഉള്ളവൻ സമസ്തയുടെ ഭാഗത്തുള്ളപ്പോഴാണ് കഴിഞ്ഞു പോയത്. ആ 18 വർഷവും ഞാനും ഉപ്പയും തമ്മിലുള്ള ബന്ധം എപ്പോഴാണെന്നറിയോ? റമദാനിന് 27-ാം രാവിന്. അന്ന് ഉസ്താദിനെ മഗ്‌രിബിന് ശേഷം ഞാൻ വിളിച്ചോണ്ട് വരും. എന്നിട്ട് ഒരു 50 രൂപ കൈമടക്ക് കൊടുക്കും. ഉസ്താദ് തിരക്കിട്ട ദുആയിരിക്കും. 10-30 കബറിനടുത്ത് പോകേണ്ടതുകൊണ്ട് പെട്ടെന്നുള്ള ദുആ. ഞാനും ഉപ്പയും തമ്മിലുള്ള ബന്ധം അങ്ങനെയായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പല സ്ഥലങ്ങളിലും പ്രസംഗിക്കാൻ പോകാനുണ്ട്. എങ്കിൽ തന്നെ ഞാൻ എന്റെ ഉപ്പയുടെ ഖബർ സന്ദർശിക്കാറുണ്ട്. മുജാഹിദുകൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, മുത്തുനബി പറഞ്ഞു, നിങ്ങൾ
ഖബർ സന്ദർശിക്കണേ. നിങ്ങളെ പരലോകം ഓർമ്മിപ്പിക്കും. എന്നെ വളർത്തിയ, എനിക്ക് വേണ്ടി എല്ലാം ചെലവഴിച്ച എന്റെ പിതാവ് മരണപ്പെട്ടു എന്നുള്ള ഓർമ്മ എന്നിലുണ്ടാവും. എന്റെ മാതാവ് മരിച്ചു കഴിഞ്ഞാൽ എന്നെ താരാട്ട് പാടിയ മാതാവാണല്ലോ ഇത്, എന്റെ പോറ്റി വളർത്തിയ മാതാവാണല്ലോ ഇത്. പടച്ചവനെ പുറത്തു കൊടുക്കണേ എന്നുള്ള പ്രാർത്ഥന എന്റെ ഹൃദയത്തിൽ നിന്ന് പോകണം. അങ്ങനെയുള്ള സിയാറത്ത് ഉണ്ടാവണം. അങ്ങനെ മരണം ഓർമ്മിക്കണം. ഈ സിയാറത്താണ് സുന്നത്തായ സിയാറത്ത്. പക്ഷേ ഇന്ന് കാര്യമൊക്കെ മാറി മറിഞ്ഞിരിക്കുന്നു. എങ്ങനെ ചില തത്തബിയെന്ന സുനനമങ്കാന കബലക്കും, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകളുടെ എല്ലാ സുന്നത്തുകളും നിങ്ങൾ പിൻപറ്റും. ആരെ സുന്നത്താ? മുത്തുനബിന്റെയും സഹാബത്തിന്റെ അല്ല. ശിബിറം ശിബിരിൻ, ചാണിന് ചാണായും മതിറാം വിതറായും മുഴത്തിന് മുഴമായും നിങ്ങൾ പിൻപറ്റുമെന്ന് പറഞ്ഞിട്ട് സഹാബത്ത് ചോദിച്ചു, റസൂലെ ആരുടെ ചര്യങ്ങൾ പറയുന്നത്? അത് ജൂത ക്രിസ്ത്യാനികളുടെ ചര്യയാണ്. ഇന്ന് നമ്മളുടെ ഇടയിലും അങ്ങനെ തന്നെയാണുള്ളത്. ജൂതന്മാരും ക്രിസ്ത്യാനികളും എന്തൊക്കെ ചെയ്തോ അതൊക്കെ നമ്മളും നല്ലതാന്ന് പറഞ്ഞു ചെയ്യാൻ മുത്തുനബിയിൽ നിന്നുള്ള സുന്നത്തല്ല. കാരണം ജൂതന്മാര് ഖബർ കെട്ടിപ്പൊക്കുമായിരുന്നു. ലഅനല്ലാഹുൽ യഹൂദ വൻ നസാറ, ജൂത ക്രിസ്ത്യാനികളെ പടച്ചവൻ ശപിക്കാൻ കാരണം അവരുടെ പ്രവാചകന്മാരുടെ ഖബറുകളുടെ ആരാധനാ സ്ഥലമാക്കി എന്ന് മാത്രമല്ല, അവരെ തന്നെ വിളിച്ചു പ്രാർത്ഥിക്കാനും അവരടിയിൽ നിർത്തി പ്രാർത്ഥിക്കാനും തുടങ്ങി. അല്ലെ, പത്രം ഇങ്ങനെ എടുത്തു നോക്കിയാല് വിശുദ്ധ യൂദാ ശ്ലീഹായുടെ മധ്യസ്ഥന്മാരെന്നെ അവർ വാക്കുന്നത് ഇടതേട്ടം. നമ്മളും ഇടതേട്ടം തന്നെ. റസൂലുള്ള സിയാറത്ത് പഠിപ്പിച്ചൊന്നു, മരണത്തെ ഓർമ്മിക്കാനാന്നും പറഞ്ഞു. ഇന്നോ എന്റെ നാട്ടിൽ വണ്ടി എടുത്താ പോകുന്നത് ഖബറുണ്ട്. കുട്ടിക്ക് സുഖമില്ലാണ്ടായാൽ വേറൊരു ഖബറുണ്ട്. വീട്ടിലെന്തെങ്കിലും പ്രശ്നം വന്നാൽ അതിന് വേറൊരു ഖബറുണ്ട്. അങ്ങനെ ആളുകൾക്ക് ഓരോന്ന് സ്പെഷ്യലിസ്റ്റാണ്. അല്ലെ, കുട്ടികൾ ഉണ്ടാവാൻ വേറൊരു ഖബറുണ്ട്. ഇത് എവിടുന്ന് പഠിപ്പിച്ചതാ പ്രിയപ്പെട്ടവരെ? ഏത് സുന്നത്തിലായിട്ടുള്ളത്? അത് ബിദ്അത്തായ സിയാറത്താണ്. സിയാറത്ത് ബിദ്അത്താണെന്ന് മാത്രമല്ല, ചിലപ്പോൾ ശിർക്കിലേക്കെത്തും. എങ്ങനെയാ ശിർക്കിലേക്കെത്തുക? ഇതാ പടച്ചവനെന്റെ എല്ലാം അറിയുന്നവനാണല്ലോ, എന്റെ ഹൃദയത്തിന്റെ വിചാരങ്ങൾ അറിയുന്നവനാണല്ലോ. അതറിയുന്നവൻ അല്ലാഹു അല്ലാത്ത മറ്റൊരാളുമില്ല എന്നുള്ള വിശ്വാസമാണ് എനിക്ക്. പക്ഷേ അവിടെ പോയിട്ട് ഈ മഹാൻ എന്റെ കാര്യം അറിയും, അതുകൊണ്ട് മഹാൻ മുഖേന കാര്യം നടണേ, അല്ലെങ്കിൽ മഹാൻ എനിക്ക് നേടിത്തരണേ എന്ന് പറഞ്ഞിട്ട് ചെയ്യുമ്പോ അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യം ഇവരോട് ചോദിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, പടച്ചവൻ നമ്മളിൽ നിന്ന് എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ പോക്കറ്റിലുള്ള നാണയത്തുട്ടുകൾ ഈ ഖബറിന്റെ ഭണ്ഡാരപ്പെട്ടിയിലേക്ക് ഇടാനല്ല, നമ്മുടെ പോക്കറ്റിലുള്ള നാണയത്തുട്ടുകൾ ഏതെങ്കിലും ഖബറിലേക്ക് വലിച്ചെറിയാനല്ല, നമ്മുടെ പോക്കറ്റിലുള്ള നാണയത്തുട്ടുകൾ ഏതെങ്കിലും മഹാന്റെ പേരിൽ നേർച്ചയാക്കാനുമല്ല, മറിച്ച് ആ പോക്കറ്റിലുള്ള നാണയത്തുട്ടുകൾ പടച്ചവൻ നമ്മളോട് ആവശ്യപ്പെടുന്നില്ല. ഒരു സ്വർണവും ഒരു സമ്പത്തും നമ്മളോട് ആവശ്യപ്പെടുന്നില്ല, മറിച്ച് നിന്റെ ഹൃദയത്തിന്റെ തേട്ടങ്ങൾ ഈ പടച്ചവനിലേക്ക് മാത്രമാകണമെന്നുള്ളതാണ് അള്ളാഹുവിന്റെ കൽപ്പന. അതിന് വിപരീതമായി നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ കാശ് കൊടുത്തുകൊണ്ട് കാര്യം നേടാൻ തുടങ്ങി. അല്ലേ, പലപ്പോഴും ആവശ്യം നേടാൻ വേണ്ടി കാശ് കൊടുക്കാൻ തുടങ്ങി. നേർച്ചയാക്കുന്നത് എപ്പോഴാ? മക്കാമിലേക്കും മക്ബറുകളിലേക്കും ജാറങ്ങളിലേക്കും നേർച്ചയാക്കുന്നത് എന്തെങ്കിലും പ്രശ്നവും പ്രയാസവും വരുമ്പോഴാണ്. ആ സിയാറത്ത് റസൂലുള്ളാഹി കാണിച്ചു തന്നിട്ടുണ്ടോ? റസൂലുള്ളാഹിന്റെ കാലത്തുള്ള സിയാറത്തിന് എണ്ണ കൊണ്ടുപോകാറുണ്ടായിരുന്നോ? പ്രവാചകന്റെ കാലത്തുള്ള സിയാറത്തിന് ചന്ദനത്തിരി കൊണ്ടുപോകുമായിരുന്നോ? പ്രവാചകന്റെ കാലത്തുള്ള സിയാറത്തിന് ആ ഖബറിന് മൂടാനുള്ള പച്ചപ്പുറപ്പ് കൊണ്ടുപോകുമായിരുന്നോ? ഇന്നെല്ലാം കൊണ്ടുപോകണ്ടേ? അതൊക്കെ അവിടെ നിന്ന് പുകക്കണ്ടേ? ചന്ദനത്തിരി മാത്രമല്ല, ഉറൂസുകൾ നടക്കാൻ തുടങ്ങിയല്ലേ? ഉറൂസുകളിൽ ആനയുണ്ട്, അമ്പാരിയുണ്ട്, അതേപോലെ തന്നെ താളമേളങ്ങളുണ്ട്. എന്തെല്ലാമാണ്! എവിടെ എത്തിയെന്നറിയോ? നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ പറയണ്ടല്ലോ. നിങ്ങളുടെ നാട്ടിനടുത്ത് തന്നെയല്ലേ മലപ്പുറം, കൊണ്ടോട്ടി ഉറൂസ് അല്ലേ? ഇതൊക്കെ വിമർശിക്കുമ്പോൾ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ചാരല, നമ്മളല്ല മറ്റവരല്ല ഇവരാണ്. എന്തായാലും ശരി, പടച്ചവന്റെ ദീനിനെ വികൃതമാക്കുമ്പോ, സുന്നത്തിന് പകരം ബിദ്അത്തുകൾ കുത്തിത്തേരുമ്പോ ഹൃദയം വേദനിക്കും. കാരണം ഇതാ അള്ളാഹുവിന്റെ റസൂല് പിരിയാൻ പോകുമ്പോ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട് കേട്ടോ, ഒരു കാര്യവും ഞാൻ പഠിപ്പിക്കാതെ ഉപേക്ഷിച്ചിട്ടില്ല. മാ തറക്തു മിൻ ശൈഇൻ യുഖർരിബുക്കും ഇലൽ ജന്നതി ഇല്ലാ ഖദ് ഹദ്ദസ്തുക്കും ബിഹി.
സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെ സിയാറത്ത് ചെയ്യണമെന്ന് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി നിങ്ങളെ വകയായിട്ട് പുതിയതൊന്ന് നല്ലതല്ലേ എന്ന് പറഞ്ഞ് ചെയ്യണ്ട. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? സിയാറത്തിന് നേർച്ച ഉണ്ടാക്കി. നേർച്ചയിൽ എവിടെ എത്തിപ്പോ നമ്മളെ നേർച്ച? പട്ടാമ്പി നേർച്ചയെ പറ്റി നിങ്ങൾക്കറിയാലോ. പട്ടാമ്പി നേർച്ച ഇപ്പൊ എവിടെ എത്തിയില്ല? 2005 ഫെബ്രുവരി മാസത്തിലുള്ള ഒരു മാതൃഭൂമി ദിനപത്രത്തിലുള്ള പരസ്യം. പട്ടാമ്പി നേർച്ചയില് സിനിമാറ്റിക് ഡാൻസ് ബാൻഡ് വാദ്യ മത്സരമല്ലേ? സുന്നത്തായ സിയാറത്തിൽ എങ്ങനെയാ സിനിമാറ്റിക് ഡാൻസ് വന്നത്? കരിമരുന്ന് പ്രയോഗം പുലർച്ചെ 5 മണിക്ക് തങ്ങൾക്കുള്ള അപ്പപ്പെട്ടിയും തിരുമുൽക്കാഴ്ചകളുമായി ജാറത്തിന് സമീപം എത്തിച്ചേരുന്നതോടുകൂടി ഗംഭീര കരിമരുന്ന് പ്രയോഗം. ഇതാ 1913 ആലൂർ പൂക്കുഞ്ഞിക്കോയ തങ്ങൾ മരിച്ചപ്പോഴാണ് ആണ്ട് നേർച്ച തുടങ്ങിയത് എന്നാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, സിയാറത്ത് എത്തി നമ്മൾ അവിടെ എത്തി. സിനിമാറ്റിക് ഡാൻസ് ബാൻഡ് വാദ്യ മത്സരത്തിലേക്ക് എത്തിയല്ലേ? ആനകളെ കൊണ്ടും കരിമരുന്നുകളെ കൊണ്ടും എത്തിയല്ലേ? ഏത് ചിഹ്നത്തിലാ ഇത് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ? പ്രവാചകന്റെ കാലത്ത് സിയാറത്ത് ഉണ്ടായിരുന്നല്ലോ. അത് കുട്ടികളെ കിട്ടാൻ വേണ്ടിയായിരുന്നില്ല, അത് രോഗം മാറാൻ വേണ്ടിയായിരുന്നില്ല, അത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. എന്ത് ചൊല്ലണമെന്ന് പഠിപ്പിച്ചു? അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്നും വേറെ ചില രൂപത്തിലൊക്കെ പ്രാർത്ഥനകൾ പഠിപ്പിച്ചെന്നു. അപ്പൊ ഖബറിന്റെ അടുത്ത് പോയാൽ എന്ത് പ്രാർത്ഥിക്കണം എന്ന് പോലും പ്രവാചകൻ പഠിപ്പിച്ചെന്നല്ലോ. പക്ഷെ അതൊന്നും ആർക്കും അറിയില്ല അല്ലേ? ഇപ്പോ നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരുപാട് ദിക്റുകളുണ്ട്. ഖബറിന്റെ അടുത്ത് പോയാൽ ഇന്നത് ചൊല്ലണം, നിസ്കരിച്ചതിന് ശേഷം ഇന്നത് ചൊല്ലണം, സ്വലാത്ത് എന്ത് ചെല്ലണം, ദിക്റുകൾ ഇന്നത് ചെല്ലണം എന്നൊക്കെ പഠിപ്പിക്കാറുണ്ട്. ആളുകൾക്ക് ഇതൊക്കെ ഈ സുന്നത്തൊക്കെ മാറ്റിയിട്ട് വിദഗ്ധകളാണ് എന്നുള്ളത്. എന്ത്? ഖബറിനടുത്ത് പോയാൽ ഈ പ്രാർത്ഥനയ്ക്ക് പകരം വേറെ പ്രാർത്ഥന. സ്വലാത്ത് മുത്തുനബി പഠിപ്പിച്ചെന്ന സ്വലാത്തിന് പകരം സ്വലാത്ത് വേറെ അല്ലേ? സ്വലാത്ത് നാരിയ ഇവിടെ നിങ്ങൾക്കറിയില്ല, എവിടെയോ മേൽമുറി, എനിക്കറിയില്ല എവിടെയാണ്, കോണോമ്പാറാന്ന് കേട്ടിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ സുന്നത്തെന്താ പ്രിയപ്പെട്ടവരെ? റമളാനിന്റെ അവസാനത്തെ 10 മുത്തുനബി പള്ളി തന്നെ ഇരിക്കുമായിരുന്നു. كان رسول الله صلى الله عليه وسلم يعتكف الأشهر الأواخر من رمضان حتى توفاه الله تعالى. നബി മരിക്കുന്നത് വരെ അവസാനത്തെ 10 പള്ളിയിൽ തന്നെ ഇഅ്തികാഫിരിക്കുമാറുണ്ടായിരുന്നു. മാത്രമല്ല നബിന്റെ ഭാര്യമാരും പള്ളിയിൽ ഉണ്ടാകുമായിരുന്നു. അപ്പൊ നബിന്റെ സുന്നത്തപ്പെട്ടതാണ് എന്ത്? ഇപ്പോൾ പെണ്ണുങ്ങൾ പള്ളിയിൽ വരിക എന്നുള്ളത്. ആ പള്ളിയിൽ ഇരിക്കുക എന്നുള്ളതാണ് പ്രവാചകന്റെ സുന്നത്ത്. അവസാനത്തെ 10 റമളാനിലെ അവസാനത്തെ 10 പള്ളിയിൽ ഇരിക്കുക. എന്നാ സുന്നത്തിന് പകരം എന്താ ഉള്ളത്? കോണോമ്പാറയുടെ മൈതാനത്തിലേക്ക് നാരിയത്ത് സ്വലാത്തിന് വേണ്ടി ആളുകളെ കൊണ്ടുപോവാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്നാമതായി റസൂലുള്ള പള്ളിയിൽ ഇരിക്കുമ്പോൾ ആളുകൾ മൈതാനത്തിലേക്ക് പോകുന്നു. മൈതാനത്ത് പോയ ചില സന്ദർഭങ്ങൾ എന്നറിയില്ലേ? സ്വഹീഹ് മുസ്ലിമില് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി കാന യഖ്റുജു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടാറുണ്ടായിരുന്നു 2 പെരുന്നാൾ നിസ്കാരങ്ങൾക്കും. എവിടത്തേക്ക്? ഇലൽ മുസല്ല, ഈദ്ഗാഹിലേക്ക് പോകാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇത് ദലീലാണ്, ഇത് തെളിവാണ്, ഇത് ഏറ്റവും കൂടുതൽ ഈദ്ഗാഹാണ് അഫ്ളല്, അതാണ് സുന്നത്ത് എന്ന് പറയുന്നവർക്ക് ഈ ഹദീസ് തെളിവാണ് എന്ന് ഇമാം ഷാഫിഈ പണ്ഡിതനായ നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. അപ്പൊ പള്ളിയിലേക്ക് റസൂലുള്ള പോയ പെരുന്നാക്ക് അല്ല, മൈതാനത്തിലേക്ക് പോയ പെരുന്നാക്ക് പള്ളിയിൽ അവസാനത്തെ 10 ഇരിക്കുമ്പോ മൈതാനത്തിലേക്ക്. സുന്നത്തിന് നേരെ വിപരീതമായ എല്ലാ കാര്യവും. ഇനി അവിടെ പോയി ചൊല്ലുന്ന സലാത്ത് അതാ നാരിയത്ത് സലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലി സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഇദാ അല്ലാഹുവും അവന്റെ മലക്കുകളും ഇതാ പ്രവാചകന്റെ മേലിൽ കരുണ ചൊരിയുകയും കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് മുഅ്മിനീങ്ങളെ സ്വലാത്ത് ചൊല്ലണേ എന്ന് പറഞ്ഞിട്ട് ഏത് സ്വലാത്താ പ്രിയപ്പെട്ടവരെ പഠിപ്പിച്ചെന്നത്? മുത്തുനബിയോട് സ്നേഹമുണ്ടോ? ആ സ്വലാത്ത് ഏതാണെന്ന് പഠിക്കണേ. തഫ്സീറുകളിൽ വിശദീകരിക്കുന്നുണ്ട്. ഒരുപാട് റിപ്പോർട്ടുകൾ ഈ ആയത്തിന്റെ
തഫ്സീർ എഴുതിയ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, ആ റിപ്പോർട്ടുകളിൽ എവിടെയും നാരിയത്തു സലാത്തില്ല. ആ റിപ്പോർട്ടുകളിലുള്ളത് ഇതാ അത്തഹിയാത്തിലുള്ള സലാത്താണ്. ആ സലാത്ത് സലാത്തുൽ ഇബ്രാഹിമിയാണ്, ഇബ്രാഹിം സലാത്താണ് ചെല്ലേണ്ടത്. അപ്പൊ നാരിയത്തു സലാത്തിന്റെ അർത്ഥം തന്നെ വ്യത്യാസമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന സലാത്ത് അത് ഇബ്രാഹിം സലാത്താണ്. ആ സലാത്ത് ചൊല്ലിയാൽ കൂലി ഉണ്ടാകും. നാരിയത്ത് സലാത്ത് ചൊല്ലിയാൽ കൂലി ഉണ്ടാവൂല. ദിക്റുകൾ ചൊല്ലണം. അത് ഹദ്ദാദ് റാത്തീബല്ല പഠിപ്പിച്ചെന്നത്. ഹദ്ദാദ് റാത്തീബ് എന്ന് പറഞ്ഞിട്ടൊരു ദിക്റൊന്നും പഠിപ്പിച്ചെന്നില്ല. പക്ഷെ ഹദ്ദാദ് റാത്തീബിലുള്ള ഒരുപാട് ദിക്റുകൾ നല്ലതാട്ടോ. ഞാനൊക്കെ പഠിച്ചിരിക്കുന്ന കാലത്ത് ഫുള്ളായിട്ട് ഓതിയത് ഹദ്ദാദ് റാത്തീബ് തന്നെയായിരുന്നു. പക്ഷെ അതിലുള്ള ദിക്റുകളൊക്കെ സഹീഹായ ഹദീസുകളിൽ വന്നിട്ടുള്ള ഒരുപാട് ദിക്റുകളുണ്ട്. അതൊക്കെ നമ്മൾ ചൊല്ലേണ്ടതുമാണ്. ഏതൊക്കെ ദിക്റുകൾ? ഒരുപാട് ദിക്റുകളുണ്ട്. പ്രിയപ്പെട്ടവരെ മുജാഹിദുകളെ, സുന്നത്തും ബിദഅത്തും പറയുമ്പോ ബിദഅത്തായ ഒരുപാട് ദിക്റുകളുണ്ട് അല്ലെ? കഞ്ചുൽ അർശും സലാമത്തുൽ ഈമാൻ എന്ന് പറഞ്ഞ 15 വക 7 ആളുകളുടെ വിചാരം ഇത് ഇബ്രാഹിം നബിക്കും ശീശി നബിക്കൊക്കെ ഇറക്കിയ ഏടാന്നാ. ആ ഏടല്ല ഈ ഏട്. ഇതിന് എന്തൊക്കെയോ എഴുതി വെച്ച ഏടാ. ആ ഏടിലുള്ള ദിക്റുകളൊന്നും അല്ല സുന്നത്തായ ദിക്റുകൾ, മറിച്ച് സുന്നത്തായ ദിക്റുകൾ ഒരുപാടുണ്ട്. ആ ദിക്റുകൾ പതിവാക്കണേ. ആ ദിക്റുകൾ ഏതൊക്കെയാണ്? അത് പഠിക്കണം. നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുണ്ട്. ഒരു ദിവസം 70ഓളം തവണ പ്രവാചകൻ ഇസ്തിഗ്ഫാർ നടത്താറുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇസ്തിഗ്ഫാർ ചെല്ലാൻ കൽപ്പിക്കുന്നുണ്ട്. അഊദു ബി കലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ എന്ന് പറയുന്ന ദിക്റുണ്ട്. കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ. നാവിന് വളരെ ലഘുവായതും മീസാനിൽ കനം തൂങ്ങുന്നതുമായ ദിക്ർ എന്ന് പഠിപ്പിച്ചെന്നുള്ള ദിക്റുണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. നല്ല ദിക്റാ. ഇതൊക്കെ ചൊല്ലണം, ഇതൊക്കെ പതിവാക്കണം. പക്ഷേ ഹാ ഹൂ ഹി എന്നുള്ള ദിക്റില്ല. ഹൂഹയും ഹുഹുഹയും അതുകൊണ്ടാ പറയുന്നത്. അങ്ങനെയുള്ള ദിക്റുകളൊക്കെ ഈ മൗലിദ് കിതാബിൽ കാണാം. ഇതൊക്കെ ഇപ്പോഴും ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലാറുണ്ട്. അങ്ങനെയുള്ള ദിക്ർ പഠിപ്പിച്ചൊന്നില്ല. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മാഇദയിലെ 120 ആയത്തുകളിൽ അതിൽ 115 മുതൽ 120 വരെയുള്ള ആയത്തുകളൊന്ന് പരിശോധിക്കണേ. ഞാൻ അധികം ദീർഘിപ്പിക്കാതെ അവസാനിപ്പിക്കുകയാണ്. ആ ആയത്തുകളിൽ അല്ലാഹ് എന്താ പറയുന്നതെന്നറിയോ? ഈസാ നബിയുടെ ഒരു ചരിത്രം പറയുന്നുണ്ട്. ഈസാ നബിയെ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ചോദ്യം ചെയ്യും. എങ്ങനെ ചോദ്യം ചെയ്യും? അന്ത ഖുൽത ലിന്നാസി ഇത്തഖദൂനി വ ഉമ്മീ ഇലാഹൈനി മിൻ ദൂനില്ലാഹ്. ഇതാ യേശു ക്രിസ്തുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചോളീൻ, കന്യാമറിയത്തെ വിളിച്ച് പ്രാർത്ഥിച്ചോളീൻ എന്ന് പറഞ്ഞിട്ട് നീ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഈസാ നബി അലൈഹിസ്സലാം പറയും, മാ ഖുൽതു ലഹും ഇല്ലാ അമർതനി. എന്നോട് പറഞ്ഞതല്ലാതെ ഞാനൊന്നും അവരോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇതേ വാക്യം വേറൊരു സമയത്ത് ഉദ്ധരിക്കും. എപ്പോഴാണെന്നറിയോ? റസൂലുള്ള ഇങ്ങനെ ഹൗദുൽ കൗസർ ഇങ്ങനെ മുക്കിക്കൊടുത്തുകൊണ്ടിരിക്കും. ദാഹിച്ച് വരയുന്ന ആളുകൾ അതാ അള്ളാഹുവിന്റെ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഹൗദുൽ കൗസറിന് വേണ്ടി ദാഹിച്ച് വലയുമ്പോ കുറെ ആളുകൾ ഇങ്ങനെ ദൂരത്തിൽ നിന്ന് ഇങ്ങനെ വരുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഉമ്മത്തുകളാണെന്നല്ലോ എന്ന് തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവിനോടുകൂടി പെട്ടെന്ന് അവരെ അങ്ങോട്ട് മാറ്റി നിർത്തുകയാണ്. മാറ്റി നിർത്തുമ്പോൾ റസൂലുള്ള പറയും, അസ്ഹാബി, അവരെന്റെ സഹാബത്താണല്ലോ, അവരെന്റെ അനുചരന്മാരാണല്ലോ എന്ന്. പക്ഷേ പെട്ടെന്ന് ആ മാറ്റി നിർത്തലിനോടുകൂടി പ്രവാചകനോട് പറയുന്ന നബിയേ, നിങ്ങളുടെ കാലശേഷം നിങ്ങളുടെ ദീനില് എന്തെല്ലാമാണ് അവർ കൂട്ടിയുണ്ടാക്കിയത് എന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങൾ പഠിപ്പിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തു വന്നിട്ടുണ്ട്. നിങ്ങളൊന്നും പഠിപ്പിച്ചിരുന്നില്ല. പക്ഷെ നല്ലതാണെന്നുള്ള വാദമായിരുന്നു. മൗലിദ് നല്ലതാണെന്നുള്ള വാദം, നാരിയത്ത് സലാത്ത് നല്ലതാണെന്നുള്ള വാദം, ഇങ്ങനെ ഒരുപാട് നല്ലതാണ് എന്നുള്ള വാദമായിട്ട് അവര് ചെയ്തിരുന്ന കാര്യങ്ങള് നിങ്ങൾക്കതറിയില്ലെന്ന് പറയുമ്പോ റസൂലുള്ള പറയും, കുന്തു ഷഹീദൻ കുന്തു അലൈഹിം ഷഹീദൻ മാ ദുംതു ഫീഹിം ഫലമ്മാ തവഫൈതനി കുന്ത അൻത റഖീബ അലൈഹിം. സൂറത്തുൽ മാഇദയിലെ ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞ അതേ വാചകം മൂസ നബിയും പറയും, ഞാൻ അവരിൽ ജീവിച്ചിരിക്കുമ്പോ അവരെന്ത് ചെയ്തുവെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. പക്ഷേ അള്ളാഹുവേ, നീ എന്നെ ഏറ്റെടുത്തപ്പോ, നീ എന്നെ മരിപ്പിച്ചപ്പോ അവരെന്ത് ചെയ്തുവെന്ന് ഞാൻ അറിഞ്ഞില്ല. നീയാണെല്ലാം കാണുന്നവനെന്ന് പറയും.
അങ്ങനെ ആളുകൾ ഇങ്ങനെ വരുമ്പോ അവര് നല്ലതാണെന്ന് പറഞ്ഞിട്ടല്ലേ ചെയ്തത്, എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവർക്ക് ഹൗദുൽ കൗസർ കൊടുക്കട്ടെ എന്ന് പറയോ? സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമ്മൾ കാണുന്നുണ്ട്, സുഹഖൻ സുഹഖാ, അവരങ്ങ് പോട്ടെ, അവർക്ക് നാശം, അവര് വിദൂരത്താവട്ടെ, അവർക്ക് എന്റെ വള്ളമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, മാ തറക്തു മിൻ ശൈഇൻ യുഖർരിബുകും ഇലൽ ജന്നത്തി ഇല്ലാ ഖദ് ഹദ്ദത്തുകും ബിഹി, എന്തെല്ലാം കാര്യം സ്വർഗത്തിൽ നിങ്ങൾ എത്തിക്കുമോ അതൊക്കെ ഞാനിതാ പഠിപ്പിച്ചു തരുന്നു. ഒന്നും ഞാൻ വിട്ടേക്കുന്നില്ല, ഒന്നും ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ പഠിപ്പിക്കാത്തതൊന്നും നല്ലതാണെന്ന് പറഞ്ഞ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു പോയതല്ലേ, ഇത് പൂർത്തിയാക്കി തന്നതല്ലേ. പിന്നെ നമ്മുടെ വക നല്ലതാണെന്ന് പറയുമ്പോ റസൂലുള്ളാഹിക്ക് അത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ആളെ അങ്ങോട്ട് മാറ്റി നിർത്തും, വെള്ളം തരൂല. അങ്ങനെയുള്ള കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്കാൻ മുത്തുനബിയുടെ അടുത്ത് നിന്ന് വെള്ളം കുടിക്കുന്ന സത്യവിശ്വാസികളില് സുന്നത്തിനെ പിൻപറ്റുന്നവരിൽ ഉൾപ്പെടാൻ. പ്രിയപ്പെട്ടവരെ, നല്ലതാണെന്ന് നമുക്ക് തോന്നിയാൽ മാത്രം പോരാ, പ്രവാചകൻ അംഗീകരിക്കണമെന്നാണ് ഇത്രയും പറഞ്ഞതിന്റെ സൂചന. ഒരു സൂചന കൂടി പറയാണ്, നമ്മൾ ഉറങ്ങുമ്പോൾ ചില ദിക്ർ ചെല്ലാറുണ്ടല്ലേ, ഉറങ്ങുമ്പോൾ ചില ദിക്ർ ചെല്ലാറുണ്ട്, അതൊക്കെ സുന്നത്താണ്. ഈ ചെറിയൊരു ക്ലാസ്സിലെല്ലാം പഠിപ്പിക്കാൻ സമയമില്ല എങ്കിൽ കൂടി ആ ദിക്റിന്റെ ലാസ്റ്റ് ഭാഗമുണ്ടല്ലോ, ആമന്തു ബികിതാബിക്കല്ലദീ അൻസൽത വബിനബിയിക്കല്ലദീ അർസൽത എന്ന് പറഞ്ഞിട്ട് അല്ലാഹുമ്മ വജ്ജഹ്തു ഇലൈക വഫവ്വദ്തു അംരി ഇലൈക എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ദിക്റിന്റെ അവസാന ഭാഗം. ആ ഭാഗത്ത് ആമന്തു ബികിതാബിക്കല്ലദീ അൻസൽത വബിനബിയിക്കല്ലദീ അർസൽത എന്നുണ്ട്. ഒരിക്കലൊരു സഹാബി നബിന്റെ അടുത്ത് വന്നിട്ട് ഇതിങ്ങനെ ആവർത്തിച്ചു. എന്തിന്? ഓർമ്മിക്കാൻ വേണ്ടി ഉറങ്ങാൻ കിടക്കുമ്പോൾ ദിക്ർ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു. അങ്ങനെ അവസാനം പറഞ്ഞു, ആമന്തു ബികിതാബിക്കല്ലദീ അൻസൽത വബിറസൂലിക്കല്ലദീ അർസൽത എന്ന് പറഞ്ഞു. നബി പഠിപ്പിച്ചതെന്താ? വബിനബിയിക്കല്ലദീ അർസൽത എന്നായിരുന്നു. റസൂൽ എന്നുള്ള പദാട്ടോ നല്ല പദം, അതുകൂടി മനസ്സിലാക്കിയോ. പക്ഷെ നബി പറഞ്ഞു, നെഞ്ഞത്ത് കുത്തിക്കൊണ്ട് പറഞ്ഞു, അങ്ങനെ പറയല്ലേ, വബി നബിയിക്കാന്ന് പറയണം. നബിയും റസൂലും എന്നുള്ള പദത്തിൽ റസൂല കൂടുതൽ നല്ലത്. എന്നിട്ട് പോലും റസൂലുള്ള പറയാണ് അങ്ങനെ പറയരുത്, വബി നബിയിക്കല്ലദീ അർസൽത എന്ന് പറയണം. എന്തേ കാരണം? പ്രവാചകൻ ഒരു വാക്കും ഒരു കാര്യവും പഠിപ്പിച്ചാൽ പിന്നെ നല്ലതാണ് എന്ന് നമുക്ക് തോന്നാൻ പാടില്ല. നല്ലതാണ് എന്ന് നമുക്ക് തോന്നാൻ പാടില്ല. കാരണം നമുക്കൊക്കെ അറിയാം, എല്ലാ പണ്ഡിതന്മാരും എഴുതി വെച്ച കിതാബുകളിൽ ഇതൊക്കെ ഉള്ളതാണ്. വുദു എടുത്തതിന് ശേഷം ആളുകളൊക്കെ കൂടി ഒറ്റക്കൊറ്റക്ക് പ്രാർത്ഥിക്കണം, അല്ലെ? അത് സുന്നത്താണ്. പക്ഷെ ആളുകളൊക്കെ കൂടി എന്ത് വിചാരിച്ചു? നല്ലതാണെന്ന് പറഞ്ഞിട്ട് കൂട്ടമായിട്ട് അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നല്ലതാവോ? ബാങ്ക് കൊടുത്തു, പള്ളിയിലെ മുഖ്രി പറഞ്ഞു, ഇല്ല മൈക്കിലൂടെ തന്നെ ഞാൻ കൂട്ടമായി ദുആ ചെയ്യാം, നിങ്ങളെല്ലാവരും ആമീൻ പറഞ്ഞാൽ മതി. എന്നിട്ട് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി എന്നാണ്, അല്ലാഹുമ്മ റബ്ബനാ ഹദിഹി ദഅവതി താമ എന്ന് പറഞ്ഞിട്ട് അത് ജംആക്കിയിട്ട് അങ്ങ് ദുആ ചെയ്താൽ നല്ലതാവോ? പറ്റൂല. അപ്പൊ ഓരോരുത്തർ ചെയ്യേണ്ടത് ഓരോരുത്തർ ചെയ്യണം. അങ്ങനെ പഠിപ്പിച്ചത് അങ്ങനെ ചെയ്യണം. അപ്പൊ സുന്നത്തേത് ബിദ്അത്ത് എന്ന് വ്യവച്ഛേദിച്ച് പഠിക്കുമ്പോ റസൂലുള്ള പഠിപ്പിച്ചിരുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച വീട്ടിൽ നിന്ന് ഭക്ഷണം കൊടുത്തിരുന്നു. എങ്ങനെ കൊടുത്തിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച വീട്ടിൽ വെച്ച് ഭക്ഷണം കൊടുത്തിരുന്നു. ആരാ പറയുന്നത്? തെളിവുകൾ ഉണ്ടാക്കി പറയാം, നമ്മളെ ഭാഗത്തല്ല കേട്ടോ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് 7 ദിവസത്തോളം കൊടുത്തിരുന്നു എന്നാണ്. അപ്പോ എവിടെയാ തെളിവ്? അത് ചില കിതാബുകളിലുണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവരെ, കിതാബുകളിൽ എന്താ ഉള്ളതെന്നറിയോ? ഫത്ഹുൽ മുഈനിന്റെ ശർഹായ ഇയാനത്തിൽ പോലുള്ളത് മരിച്ച വീട്ടിൽ ഭക്ഷണം ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതല്ലാത്ത ചീത്തയായ ആചാരമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. യാനത്തിൽ വളരെ വിശദീകരിച്ച് പറയുന്നുണ്ട്, ആലിമീങ്ങൾ അതിന് പോകാൻ പാടില്ല. സന്തോഷത്തിന്റെ അവസരത്തിലല്ലേ സദ്യ ഉണ്ടാക്കല് എന്നൊക്കെ. സദക്കയല്ലേ എന്നാ. ആർക്കാ സദക്ക കൊടുക്കുന്നത്? നാട്ടിലുള്ള എല്ലാ പ്രമാണിമാർക്കും എല്ലാരെയും വിളിച്ചിട്ട് സദക്ക, അതും സദ്യ. അതൊക്കെ ഒരു ന്യായം എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെപ്പറ്റി ഞാനൊക്കെ പഠിപ്പിച്ച എല്ലാ കിതാബുകളിലും പഠിച്ച കിതാബുകളിലൊക്കെ ഉണ്ട്. എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. പച്ച മലയാളത്തിൽ എഴുതിയ ഫത്ഹുൽ മുഈനിന്റെ പരിഭാഷയിലെ ഉംദ പരിഭാഷയില് വളരെ വ്യക്തമായിട്ട് ഇബ്രാഹിം പുത്തൂർ ഫൈസ ഈ പരിഭാഷയിൽ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. മരണം സംഭവിച്ച ദിവസങ്ങളിൽ മയ്യത്തിന്റെ അടുത്ത കുടുംബാംഗങ്ങൾക്ക്
ഭക്ഷണം തയ്യാറാക്കി കൊടുക്കൽ അകന്ന കുടുംബക്കാർക്കും അയൽവാസികൾക്കും സുന്നത്താണ്. അപ്പോ അയൽവാസികൾ അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. എന്നാൽ മരിച്ച വീട്ടുകാർ ഭക്ഷണം തയ്യാറാക്കി മറ്റുള്ളവരെ വിളിച്ചു വരുത്തി കൊടുക്കുന്ന പതിവ് ഗുണകരമല്ലാത്ത അനാചാരമാണ്, വിദഅത്താണ് തന്നെ. അപ്പൊ ഇങ്ങനെ നമുക്ക് നല്ലതാണെന്ന് തോന്നിയാൽ അത് നല്ലതാവൂല. നമുക്ക് നല്ലതാണെന്ന് തോന്നിയാൽ നല്ലതാവൂല. അള്ളാന്റെ റസൂൽ എന്തിനാ വന്നത്? നല്ലത് ഏതാന്ന് പഠിപ്പിച്ചു തരാനാ. ആ സുന്നത്തനുസരിച്ച് ജീവിച്ചാൽ പരലോകത്ത് രക്ഷപ്പെടാം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു പറയുന്നുണ്ട്, യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാർ, നരകത്തിൽ ഇങ്ങനെ ആളുകളുടെ മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുമത്രേ. എന്റെയും നിങ്ങളുടെയും മുഖമാവുമോ അങ്ങനെ എന്നുള്ള പേടിയോടുകൂടി ആലോചിക്കുക. യഖൂലൂന, കൂട്ടർ പറയുമത്രേ, യാ ലൈതനാ അതഅന അല്ലാഹ വ അതഅന റസൂല, ദുനിയാവിൽ എനിക്ക് ഒരുപാട് ആയുസ് തന്നല്ലോ പടച്ചോനെ, എന്നിട്ടും അള്ളാഹ് എന്ത് പറയുന്നുവെന്ന്, മുത്തുനബി എന്ത് പറയുന്നുവെന്ന് പഠിച്ചനുസരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. വീണ്ടും സൂറത്തുൽ അഹ്സാബിലെ 67-ാമത്തെ ആയത്ത് തുടരുകയാണ്. വഖാലു, അവര് പറയുകയാണ്, റബ്ബനാ ഇന്നാ അതഅനാ സാദതനാ വകുബറാഅനാ, ഞങ്ങളൊന്നും പഠിച്ചിട്ടൊന്നുമില്ല, നേതാക്കന്മാരെ അനുസരിച്ചങ്ങ് പോയി. അവര് ഞങ്ങളെ വഴിപിഴപ്പച്ചല്ലോ പടച്ചോനെ. അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണേ തമ്പുരാനെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഇടവരരുത്. എന്ത് നല്ലതാണ് എന്ന് പഠിക്കാനുള്ള വേദികളുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച ഖുതുബുകളിൽ ആളുകളെ ദീന് പഠിപ്പിക്കുന്നുണ്ട്. അത് മുത്തുനബീന്റെ സുന്നത്താണ്. മുത്തുനബി ആളുകളെ ദീന് പഠിപ്പിച്ച് അങ്ങനെയായിരുന്നു. വെള്ളിയാഴ്ച ഖുതുബകളില് ആ സുന്നത്ത് ഇന്ന് മുജാഹിദ് പള്ളികളിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് സുന്നത്ത് ഏതാണ് ബിദ്അത്ത് ഏതാണ് എന്ന് പൂർണ്ണമായി പഠിക്കുവാനുള്ള ഒരു പ്രചോദനം മാത്രമാണ് എന്റെ സംഭാഷണത്തിലുള്ള ഞാൻ നടത്തിയത്. കൃത്യമായൊരു പഠനമായിരുന്നില്ല ഇത്. മാത്രമല്ല, ചില കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വളരെ വിശദമായി വ്യക്തമായി പറയുവാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വിഷയത്തോട് 100% കൂറുപുലർത്താൻ കഴിയാത്തതിൽ ആദ്യമേ ക്ഷമ ചോദിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുക. എന്തിനു വേണ്ടി? സുന്നത്തനുസരിച്ച് ജീവിക്കുന്ന സുന്നികളായി ജീവിക്കുവാൻ, യഥാർത്ഥ സുന്നികളായി ജീവിക്കുവാൻ. കാരണം ഒരു നിമിഷത്തേക്ക് എന്റെയും നിങ്ങളുടെയും ആത്മാവിനെ അല്ലാഹു ഏറ്റെടുത്തു കഴിഞ്ഞാൽ രണ്ട് രൂപത്തിലുള്ള മരണമുള്ള കൂട്ടത്തില് ഒരു കൂട്ടരോട് മലക്കുകൾ വന്ന് പറയും, അത്രയാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന സമാധാനമടഞ്ഞ ആത്മാവേ, നിന്റെ ഭാര്യമാരും ബന്ധുക്കളൊക്കെ കരയുന്നുണ്ടല്ലോ, നിന്റെ വേർപാടിൽ എല്ലാവരും പൊട്ടിക്കരയുന്നുണ്ടല്ലോ, പക്ഷെ മരിച്ചു കിടക്കുന്ന മയ്യത്ത് സമാധാനമാണല്ലോ, അതെന്റെയും നിങ്ങളുടേതുമാകുമോ? അങ്ങനെയാണെങ്കിൽ മലക്ക് പറയും, നിന്റെ പ്രവർത്തനം പടച്ചവൻ തൃപ്തിപ്പെട്ടിട്ടോ, നിന്നെ അള്ളയും തൃപ്തിപ്പെട്ട്, നീ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ട്. കാരണം അള്ളാഹു അയച്ച പ്രവാചകൻ എന്ത് പഠിപ്പിച്ചോ അതൊക്കെ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നല്ലോ. ആ കൽപ്പനയൊക്കെ നിനക്ക് ഇഷ്ടമായിരുന്നല്ലോ, നിനക്ക് തൃപ്തിയായിരുന്നല്ലോ. നിന്റെ കച്ചവടം തൃപ്തിപ്പെട്ടു, നിന്റെ വിശ്വാസം തൃപ്തിപ്പെട്ടു, നിന്റെ ആചാരം തൃപ്തിപ്പെട്ടു, നിന്റെ കുടുംബത്തോടുള്ള സമീപനം തൃപ്തിപ്പെട്ടു, എല്ലാം പടച്ചവൻ തൃപ്തിപ്പെട്ടുവെന്ന് പറയാൻ അങ്ങനെ സാധിക്കണമെങ്കിൽ പടച്ചവന്റെ ഇഷ്ടം എന്താണ് എന്റെ ഓരോ കാര്യത്തിലും എന്ന് പഠിക്കണം. ആ പടച്ചവന്റെ ഇഷ്ടം പഠിപ്പിക്കാനാണ് മുത്തുനബി വന്നതും സുന്നത്ത് പഠിപ്പിക്കുന്നതും. നബി എന്ത് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിലും അത് അള്ളാഹു പഠിപ്പിച്ചതാണ്, അള്ളാഹ് പറയുന്നതാണ്, വഹിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെ മുത്തുനബിയെ പിൻപറ്റി ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ ഉൾപ്പെടണമെങ്കിൽ സുന്നത്ത് കൃത്യമായി പഠിക്കുവാൻ തയ്യാറാവണം, വിദ്യാർത്ഥികളെ ഉപേക്ഷിക്കുവാനും തയ്യാറാവണം. ഓരോ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, മുത്തുനബി പറഞ്ഞത് ആവർത്തിക്കാൻ. മുത്തുനബി എപ്പോഴും പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ഇത് പറയും, ഇതൊക്കെ വിദ്യാർത്ഥാണ്ടോ, പുതിയതായി എന്തുണ്ടാക്കിയാലും അത് പുത്തനാചാരമാണ്, അതൊക്കെ നരകത്തിലെത്തിക്കും. ഇത് തന്നെയാണ് നമ്മൾ ആവർത്തിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മുത്തുനബിയുടെ സുന്നത്തനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി പെരുമാറാകട്ടെ. ബിദ്അഈ ചിന്താഗതികളും പുത്തൻവാദങ്ങളുമായി കടന്നു വരികയും പുതിയ പുതിയ ന്യായങ്ങൾ ചമക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടത്തിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്താതിരിക്കട്ടെ. അല്ലാഹുവേ, സത്യത്തെ സത്യമായി മനസ്സിലാക്കുവാനും സത്യത്തെ അസത്യമായി മനസ്സിലാക്കി തള്ളിക്കളയുവാനും ഞങ്ങൾക്ക് നീ
അറിവും വിവേകവും കരുത്തും നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കുന്ന സത്യവിശ്വാസികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. തമ്പുരാനെ, ഒരു വിഭാഗം സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗം നരകത്തിലേക്കും പോകുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന സത്യവിശ്വാസികളിൽ, മുത്തഖീങ്ങളിൽ, ഔലിയാക്കളിൽ, അമ്പിയാക്കളിൽ, സിദ്ദീഖീങ്ങളിൽ, ശുഹദാക്കളിൽ അല്ലാഹുവേ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.